എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോൾ പഴയ പക്ഷിശാസ്ത്രക്കാരും മറ്റേ കൈനോട്ടക്കാരൊക്കെ ഉള്ള പോലെയാണ്. നിങ്ങൾക്ക് മുഖം നോക്കിയിട്ട് ചേട്ടാ നിങ്ങളുടെ വിറ്റാമിൻ ഡി കുറവാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് തുടങ്ങി പറയുന്ന പോലെ ഇദ്ദേഹം മുഖം നോക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയോ? അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ചെയ്തായിരുന്നോ? ചെയ്യുകയും ചെയ്തു. പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഇംപ്രസ് ചെയ്യുമല്ലോ അത്. കാരണം അതാണ് ഒരു ലൈഫ് സ്റ്റൈൽ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. കാരണം ആളുടെ കയ്യിൽ മരുന്നുണ്ട് അല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ. കേരള ഇസ് ഫേമസ് ഫോർ ആയുർവേദ. ബേസിക്കലി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കഥകളി പറയുന്ന പോലെ തന്നെ നമുക്ക് ആയുർവേദം കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണ്. കാരണം പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എണ്ണ വെച്ച് കുളിക്കുക. നമ്മുടെ നാട്ടുമ്പുറത്തുള്ള അത് ബോഡിക്ക് ആവശ്യമുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബോഡിയിൽ എണ്ണ കയറുകയും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആവുകയും ചെയ്യുന്ന രണ്ട് പ്രോസസ്സാണ് അത് ഒറ്റയടിക്ക് നമുക്ക് നടക്കുക. ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണോ? ഇപ്പൊ വൈറ്റമിൻ ഡിക്ക് വെയിൽ കൊണ്ടാൽ പോരെ എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ ഒതന്റിക് ആയിട്ട് നല്ല മഞ്ഞൾ നമ്മൾ മിക്സ് ചെയ്ത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ മതി. തൈറോയിഡിന് മരുന്ന് കഴിച്ചാൽ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സെലിബ്രിറ്റീസ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇത് സംഭവിക്കുമ്പോൾ ഒരു പടം ഹിറ്റാവുന്ന പോലെയാണ്. നല്ല സിനിമയാണെങ്കിൽ മറ്റാൾക്കാരോട് പറയുന്ന പോലെയാണ് ആത്മയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്. കറക്റ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ മാത്രമേ ഇതിനത് ഓൺലൈനിൽ ആമസോണിൽ കണ്ടത് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് കഴിക്കരുത്. ചില പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ട്, ലിവറിന് നല്ലതാണ്, എൻ്റെ ലിവറിന് എന്താണെങ്കിലും പ്രശ്നം വരും, അതുകൊണ്ട് ഇത് കഴിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നമസ്കാരം, എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അഭിജിത്തും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗോവിന്ദുമാണ്, ഗോവിന്ദ് ഭട്നസൂര്യ. അപ്പം അഭിജിത്തും ഗോവിന്ദും നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങള് പരിചയപ്പെടുന്നത് കുറച്ചാണ് മുമ്പാണ്. ഞങ്ങൾ പരിചയപ്പെട്ട കാര്യം ഒന്നും നടന്നില്ല, വേറെ കുറേ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ടാണ് ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ആ ഇവന്റിന് ഒരു ഇന്റർനാഷണൽ ഇവന്റിന്റെ ഭാഗമായിട്ടാണ് അബി എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ അതിലുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇവന്റിന് നിങ്ങൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്ന് അതൊരു 10 മിനിറ്റ് സംസാരിക്കുകയും പിന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ വേറെ എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്ത് ഒരു മീറ്റിംഗാണ്. ആദ്യത്തെ മീറ്റിംഗാണ്. മെയിൻ ഉദ്ദേശം തന്നെ ഇവൻ്റ് ആയിരുന്നു. അത് 10 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം ഒരു 1.5 hours ഓഫ് കോൺവെർസേഷൻ ആയിരുന്നു. ആ കോൺവെർസേഷനിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പഴയ പക്ഷിശാസ്ത്രക്കാരും മറ്റേ കൈനോട്ടക്കാരൊക്കെ ഉള്ള പോലെയാണ്. നിങ്ങൾക്ക് മുഖം നോക്കിയിട്ട് ചേട്ടാ നിങ്ങളുടെ വിറ്റാമിൻ ഡി കുറവാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് തുടങ്ങി പറയുന്ന പോലെ ഇദ്ദേഹം മുഖം നോക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പറയോ ഇത് ആക്ച്വലി ആ ഒരു ഇവന്റിൽ ഞാനും ഗസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ എന്നോട് അറിയാവുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ കണക്ട് ആയതാണ്. അപ്പോൾ ചില സിംറ്റംസ് നമുക്ക് മനസ്സിലാവും, ഫേഷ്യൽ ഡയഗ്നോസിസ് മനസ്സിലാവും. അതൊരിക്കലും ഒരു കൺഫർമേഷൻ അല്ല. അപ്പം ഞാൻ ജീവിച്ചതിനോട് അന്ന് കണ്ട് പറഞ്ഞത് ഇങ്ങനെ 3-4 കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊരു കൺഫർമേഷൻ അല്ല. കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നീനെ ടെസ്റ്റ് ചെയ്യണം. ഇന്നീനെ ടെസ്റ്റ് ചെയ്തിട്ട് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ചെയ്തായിരുന്നോ? ചെയ്യുകയും ചെയ്തു. പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇംപ്രസ് ചെയ്യുമല്ലോ അത്. കാരണം അതാണ് ഒരു ലൈഫ് സ്റ്റൈൽ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. കാരണം ആളുടെ കയ്യിൽ മരുന്നുണ്ട് അല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ. അപ്പോൾ ഇദ്ദേഹം നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞ ഇന്ന കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റിൽ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാമിങ് റേറ്റിൽ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ആ സ്പേസിലായിരുന്നു. ചിലത് കൂടുതലുമായിരുന്നു. അപ്പോൾ മീൻസ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കൂടുതലാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഭയങ്കര മറ്റേന്ന് പറയില്ല ജ്യോത്സ്യനാണോ എന്ന് ചോദിക്കുന്ന പോലെ അപ്പം ഞാൻ അബീനെ വിളിച്ച് പറഞ്ഞു, അബി ഇത് ആൻഡ് ഇറ്റ്സ് അലാമിങ്. ഞാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന മനുഷ്യനായിരുന്നു. ഇതിപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ ചേട്ടാ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്രയും കിടന്ന് ഓടുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു ഫുഡ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമല്ല, നിങ്ങളുടെ സ്ലീപ്പ് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളേ ഉള്ളൂ. ഗിവ് മീ 2 months to 3 months. ഞാൻ പറയുന്ന രീതിയിലുള്ള ഡയറ്റും വർക്കൗട്ടുകളും കുറച്ച് ഫുഡ് സപ്ലിമെൻറ്റ്സും ഞാൻ തരാം. നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. ഒരു 3 months ഞാൻ പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുന്നൊരു വ്യക്തി. അത് എന്താണെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിലും. അപ്പോൾ അബി തരുന്ന ഡയറ്റ് ആണെങ്കിലും അബി പറയുന്ന പരിപാടികളാണെങ്കിലും ഷുഗർ കട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും കാലത്തിൽ ഒരിക്കൽ പോലും ഷുഗർ കട്ടൊന്നും ലൈഫിൽ ചെയ്യാത്ത വ്യക്തിയാണ്. ഒരു 3.5 months അത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. ഒബിയൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു.
ഞാൻ ഷുഗർ കട്ട് ചെയ്തു എന്നുള്ളത്. കാരണം ഞാൻ കഴിക്കുന്ന ഷുഗറിൻ്റെ അളവൊക്കെ കണ്ടിട്ട് അവളെ കിളി പോയിട്ടുണ്ട്. സോ ഷുഗർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഗോപിക്കൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അത് ഫോളോ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഒരു രീതി എങ്ങനെയാണ്, വെൻ ഐ കമ്മിറ്റ് ടു സംതിങ് ഐ എം 100% ഇൻ ടു ദാറ്റ്. 3.5 months ഞാനത് ഫോളോ ചെയ്തു. വീണ്ടും ടെസ്റ്റ് ചെയ്തു, എല്ലാം ബാക്ക് ടു നോർമൽ, എല്ലാം എക്സാക്ട്ലി ബാക്ക് ടു നോർമൽ, കറക്റ്റ് അളവ്. അപ്പോൾ അത് വീണ്ടും നമ്മളെ ഇമ്പ്രസ് ചെയ്യുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ അടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ യാത്രകൾ പോകുന്നു, ഞങ്ങൾ റോഡ് ട്രിപ്പുകൾ, കുട്ടി കുട്ടി റോഡ് ട്രിപ്പുകൾ പോകുന്നു. പിന്നെ ആ സമയത്താണ് ഞാൻ ഈ അന്റാർട്ടിക്ക പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ ഒരു ഭ്രാന്തനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു, അന്റാർട്ടിക്ക പോകുന്നുണ്ടോ, വരുന്നുണ്ടോ? ഫുള്ളി അന്റാർട്ടിക്ക വരാമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഗേവ് അസ് ദറ്റ് ബോണ്ടിങ്. അപ്പം ഞങ്ങൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ഞങ്ങളുടെ ഇപ്പോൾ ലക്ഷ്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഒരു താല്പര്യം, എപ്പോഴും ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആഗ്രഹം, ഇതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഈ സാധനത്തിന്. അപ്പോൾ അങ്ങനെ കുറേ കോമൺ എലമെൻറ്റ്സ് കണ്ടപ്പോൾ ദെൻ വി റിയലൈസ് ദറ്റ് വി ഷുഡ് വർക്ക് ടുഗദർ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെൽനെസ്സിൻ്റെ പ്രൊജക്റ്റും ഇഷ്ടമായപ്പോഴാണ് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പറ്റിയ ഒരാളെ തന്നെ കൂട്ടിന് കിട്ടി. കറക്റ്റ്. അല്ല ഇപ്പോൾ നമ്മൾ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല, നമ്മൾ ഈ സെലിബ്രിറ്റികളായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഒരു ലിമിറ്റേഷനൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരും സാധാരണ മനുഷ്യരാണല്ലോ, നമുക്ക് വളരെ അവർക്ക് ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ അടുത്തിടപെടുമ്പോൾ വളരെ മനുഷ്യനാണ്. അപ്പം നമ്മളിപ്പോൾ ജീപി ചേട്ടനോടോ ഗോപി ചേച്ചിയോടോ, ഇപ്പം ഞാൻ കുറച്ചുകൂടി ഗോപി ചേച്ചി ആയിട്ടാണ് നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കിയ നമ്മൾ ഗോപിക ചേച്ചി എന്ന് വിളിക്കാൻ മാത്രം പ്രായക്കുറവാണ്. ചെറുതാ, അതാണ് വേറെ പ്രശ്നം. 18 വയസ്സ്, ഗോപികയായിട്ട് 2 വയസ്സ് താഴെയായിട്ടാണ്. ഗോപികനേക്കാൾ 2 years. രണ്ടുപേരും ഡോക്ടേഴ്സ്. അതുകൊണ്ട് എല്ലാവർക്കും അത് പ്രശ്നമാണ്. അതിഥിക്കും ഗോപികയ്ക്കൊക്കെ ഇപ്പൊ അതിഥി രവിനെ കയറിയിട്ട് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അതിഥി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നീ പോടാ പബ്ലിക് ഏരിയയിൽ ചേച്ചി എന്ന് വിളിക്കരുത്. വളരെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇവൻ ചേച്ചി ചേട്ടാന്ന് വിളിക്കേണ്ടി വരും. കാരണം ഇവന്റെ ഏജിലുള്ള വളരെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഏജ് കുറവാണ് എനിക്ക്. പിന്നെ അതുകൊണ്ടാണ്. അല്ല 28 വയസ്സാണ്. മെച്ചൂരിറ്റി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ലുക്കില് മാത്രമേ ഉള്ളൂ. 10-60 വയസ്സ് തോന്നിക്കുമെങ്കിലും അല്ല, അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇതാണ് ചേട്ടാ നമ്മളുടെ സിനാരിയോ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതാണ്. അപ്പോൾ ജിബി ചേട്ടനെ പോലെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവാനൊരു വളർച്ചയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ നമുക്ക് കുറേ സാധ്യതകളുണ്ട്. അത് ജിബി ചേട്ടൻ നമ്മളോടൊരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഹീ നോസ് എവരിത്തിങ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ റിസൾട്ട് ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്ന് അത് മാത്രമല്ല, അവിടെ എങ്ങനെയാണ് പേഷ്യൻസ് വരുന്നത്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്, റവന്യൂ സൈഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്ട്രഗിൾ ജിബി ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ച് ഇപ്പം നമുക്കത് പ്ലാൻ ചെയ്ത് ചെയ്യാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ആത്മയുടെ ഒഫീഷ്യലായിട്ട് തന്നെ ആത്മയുടെ ഭാഗമാവുകയും. 2 രീതിയിലും ഉണ്ടല്ലോ. അപ്പം കഴിഞ്ഞൊരു നമ്മൾ ജൂലൈ തൊട്ട് നമ്മളൊരു ആത്മ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ലോസിലാണ്. അപ്പോൾ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതല്ലാതെ ഇപ്പോൾ ജിബിജാൻ തെലുങ്കുലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരെയൊക്കെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കേരള ഈസ് ഫേമസ് ഫോർ ആയുർവേദ. ബേസിക്കലി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കഥകളി പറയുന്ന പോലെ തന്നെ നമുക്ക് ആയുർവേദം കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പം കേരളത്തിലേക്ക് ആൾക്കാർ അത് വരാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ അതൊരു വെറുതെ പേരിന് കൊടുക്കാന്നല്ലാതെ ഒതൻറ്റിക് ആയിട്ട് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിൽ സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള ഡിസ്കഷൻസിലൂടെയാണ് നമ്മൾ പോയതും. ഇപ്പോൾ അതാണ് നമ്മൾ മാത്രമല്ല അവിടെ നിന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഒതൻറ്റിക് ആയുർവേദ സെൻറ്റേഴ്സ്. മീൻസ് എല്ലാവർക്കും ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇത്രയും ഹെക്ടിക് ആകുമ്പോൾ, സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ഓതൻറ്റിക് ആയുർവേദ മസാജും ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റും ആവശ്യമായിട്ട് വരുന്നൊരു സമയം കൂടി. കാരണം പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എണ്ണ വെച്ച് കുളിക്കുക. നമ്മുടെ നാട്ടിൻപുറത്തുള്ള എത്ര പക്ഷെ അതെന്തായിരുന്നു വെച്ചാൽ അത് ബോഡിക്ക് ആവശ്യമുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബോഡിയിൽ എണ്ണ കയറുകയും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആവുകയും ചെയ്യുന്ന 2 പ്രോസസ്സാണ് അത് ഒറ്റയടിക്ക് നമുക്ക് നടക്കുക. പിന്നെ വിറ്റാമിൻ ഡി ഉണ്ട്, അത് കഴിഞ്ഞൊരു വെയിലത്ത്, ഒരു ഇളം വെയിലത്തൊരു നിൽപ്പുണ്ട് നമ്മൾ. ഇതെല്ലാം കൂടി ആകുമ്പോൾ കുറേ പ്രോസസ്സുകൾ നടന്നിരുന്നു. ഇതെല്ലാം കട്ട് ചെയ്തു നമ്മൾ. നമുക്കിപ്പോൾ വിറ്റാമിൻ ഡിയും ഇല്ല, കാൽഷ്യവും ഇല്ല, ഇതൊന്നും അബ്സോർബ് ചെയ്യാനുള്ള സ്പേസും ഇല്ല, ബോഡിയിൽ സർക്കുലേഷൻ വൃത്തിയായിട്ട് നടക്കുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതൊരു ശീലമാക്കി എടുക്കുന്നത് നല്ലതാണ്. ഒരു ബോഡി പണ്ടത്തെ ആൾക്കാരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയുർവേദ മസാജസ് അല്ലെങ്കിൽ കളരിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ റെഗുലറായിട്ട് നമ്മുടെ ഒതൻറ്റിക് ആയിട്ട് ചെയ്തു പോയിരുന്ന സംഭവം. പക്ഷേ റെഗുലറായിട്ട് നിങ്ങൾ എണ്ണ വെച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങൾ എല്ലാ ദിവസവും എണ്ണ വെച്ചു. പക്ഷെ അതിപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് വരിക എന്നുള്ളത് ആവശ്യമാണ്. നീര് കെട്ടൽ അവിടെ ഇവിടെയൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്,
നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക പല സ്ഥലത്തും നീരുണ്ട് എന്നുള്ളത്. ഒരു തിരുമ്പി തുടങ്ങുമ്പോഴത്തേക്കിനും വേദനിച്ചെടുത്ത് പക്ഷെ അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 തവണയേ ഉള്ളൂ. പിന്നെ എന്താ അറിയോ, പിന്നെ അത് ഭയങ്കര സുഖമുള്ള എക്സ്പീരിയൻസാണ്. ഇത് ആ സമയത്ത് നമ്മൾ അതിലൂടെ കടന്നു പോയില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ, ഇത് പിന്നീട് കയ്യും കാലും പൊക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ളൊരു വേദനയായി മാറും. കാരണം ഇപ്പൊ നമുക്ക് നീര് അറിയില്ല, നമുക്ക് ഒന്നും അറിയണില്ല. ഇത് എഗ്രവേറ്റ് ചെയ്തിട്ട് അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് പിന്നീട് നമുക്ക് കൈ പൊക്കുമ്പോൾ കൈ പൊങ്ങുന്നില്ല എന്നുള്ളൊരു വേദനയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയാം. അപ്പൊ പിന്നെ നമുക്കിത് തിരുമ്മിയിട്ടോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ സ്റ്റിറോയിഡ്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ പോകും. മറ്റേത് 1-2 മസാജിൽ നമുക്ക് ഈ നീരുണ്ടെങ്കിൽ തന്നെ അവരത് ഉടച്ച് കളയുമ്പോൾ കുറച്ച് നമുക്കൊരു വേദന തോന്നുമെങ്കിലും 2-മത്തെയോ 3-മത്തെയോ മസാജ് എത്തുമ്പോഴേക്കും അതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആയി മാറും. അപ്പൊ അത് നമുക്ക് സാധാ സ്പായിൽ നിന്ന് കിട്ടില്ല. ഇപ്പൊ നമ്മൾ ബോഡി സ്പാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കോസ്മെറ്റിക് ഒരു സുഖം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രോപ്പർ ഹെൽത്തി പരിപാടി എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓതന്റിക് ആയുർവേദം. പെയിൻഫുൾ എന്നുള്ളതല്ല, അത് ഓതന്റിക്. സി എഗെയിൻ അതൊരു റോങ് നോഷനാണ്. കാരണം എന്താ വെച്ചാൽ അത് പെയിൻഫുൾ ആവുന്നത് നമുക്ക് നീര് ഉണ്ടെങ്കിലാണ്. ഇത് 1-2 സമയത്തിന്റെ ഉള്ളിൽ 1, 2, 3 മസാജിന്റെ ഉള്ളിൽ ഇത് കറക്ഷൻ ആയി കഴിഞ്ഞാൽ ആയുർവേദ മസാജ് ഇസ് നെവർ പെയിൻഫുൾ. ഇറ്റ് ഈസ് അഗെയിൻ ഒരു സുഖമുള്ള പ്രോസസ്സാണ്. പക്ഷേ അത് നിങ്ങൾക്ക് നീരൊന്നും ഇല്ലെങ്കിൽ, നീരുണ്ടെങ്കിൽ അത് സുഖമുള്ള പ്രോസസ്സ് അല്ല. കാരണം നിങ്ങളുടെ നീര് അവർ കളയുകയാണ്. അതുകൊണ്ടാണത് നിങ്ങളത് പെട്ടെന്ന് ഒഴിവാക്കുക തന്നെയാണ് അത് ആവശ്യം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് കൊടുക്കും എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ വേറെ മരുന്നൊന്നും കൊടുക്കുന്നില്ല, സപ്ലിമെന്റ്സ് മാത്രമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമാണോ? ഇപ്പോൾ വൈറ്റമിൻ ഡിക്ക് വെയിൽ കൊണ്ടാൽ പോരെ എന്ന് ചോദിക്കില്ലേ? ഈ സപ്ലിമെന്റ്സ് കഴിക്കണം എന്നുള്ളത് അത്യാവശ്യമാണോ? ഈ സപ്ലിമെന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷനാണ്. ഇപ്പോൾ എല്ലാവർക്കും സപ്ലിമെന്റ്സ് വേണമെന്നല്ല. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളുടെ ചില സപ്ലിമെന്റ്സിൽ ഉള്ളത് ഇപ്പോൾ നമ്മൾക്ക് നേരെ കിട്ടിക്കൊണ്ടിരുന്ന ഈ വൈറ്റമിൻ ഡി ആവാം, കുർക്കുമിനാവാം, omega-3 ആവാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഫുഡിലൂടെ ആക്സസിബിൾ ആക്കാനും അവൈലബിൾ ആക്കാനും പറ്റാത്ത സാഹചര്യത്തിലൂടെ നമ്മൾ പലരും കടന്നു പോകുന്നതുകൊണ്ടാണ് സപ്ലിമെന്റ്സിന്റെ സപ്പോർട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒതന്റിക് ആയിട്ട് നല്ല മഞ്ഞൾ നമ്മൾ മിക്സ് ചെയ്ത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ മതി. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ omega-3, ഇപ്പോൾ മീൻ ഗുളിക എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള omega-3 ആയിക്കോട്ടെ, കുർക്കുമിൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സപ്ലിമെന്റ്, വൈറ്റമിൻ ഡി ആയിക്കോട്ടെ. വൈറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും വെയിൽ കൊള്ളാൻ പറ്റുന്ന നമ്മുടെ ജീവിത സാഹചര്യം പലതാണ്. സോ ആ സമയത്ത് നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് വെയിൽ കൊണ്ടുകൊണ്ട് മാത്രം വൈറ്റമിൻ ഡി ഇമ്പ്രൂവ് ആവുന്നില്ല എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും ഈ സപ്ലിമെൻറ്റേഷന് ആവശ്യം വരുന്ന ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പണ്ട് ഇപ്പോൾ നമ്മളുടെ ഹെലാസിഡ് എന്ന് പറഞ്ഞതിനകത്ത് കരിഞ്ജീരകം, ഇരട്ടി മധുരം എന്ന് പറഞ്ഞ സാധനങ്ങളാണ്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ 100% മതി. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള സമയമുണ്ടോ? സമയം ഇല്ലെങ്കിലാണ് ഈ സപ്പോർട്ട് വേണ്ടത്. ഒരാൾക്ക് വെറുതെ സപ്ലിമെന്റ്സ് കഴിച്ചു തുടങ്ങാൻ പറ്റുമോ? അല്ല, വെറുതെ സപ്ലിമെന്റ്സ് കഴിക്കുകയും ചെയ്യരുത്. ഡെഫിനറ്റ്ലി നോ. പിന്നെന്താണ് ഈ ഡെഫിഷ്യൻസി പോലെ തന്നെ മറ്റേ അപ്പുറത്തുണ്ട്, ഇതൊരു കൂടിയാലും പ്രശ്നമാണ്. അതായത് നമ്മൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡോക്ടറുടെ കറക്റ്റായിട്ടുള്ള കൺസൾട്ടേഷൻ മാത്രമേ ഇതിന് കഴിക്കാതെ ഓൺലൈനിൽ ആമസോണിൽ കണ്ട് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് കഴിക്കരുത്. ചില പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ട്, ലിവറിന് നല്ലതാണ്, എൻ്റെ ലിവറിന് എന്താണെങ്കിലും പ്രശ്നം വരും, അതുകൊണ്ട് ഇത് കഴിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ എന്ത് സപ്ലിമെൻറ്റേഷൻ ആണെങ്കിലും ആ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് വളരെ കറക്റ്റായിട്ട് ചോദിക്കും. കാരണം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ജീവിച്ചേരൻ അന്ന് നമുക്ക് വേണമെങ്കിൽ എനിക്ക് ജീവിച്ചേനെ കാണുമ്പോഴേ സപ്ലിമെൻറ്റ് കൊടുക്കാം. പക്ഷേ അതിനപ്പുറം ആ ബ്ലഡ് ടെസ്റ്റിൽ അബ്നോർമാലിറ്റീസ് കണ്ടിട്ടാണ് സപ്ലിമെന്റേഷൻ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ക്ലിയർ. എന്ന് വെച്ചാൽ അന്ന് എനിക്ക് വിറ്റാമിൻ ഡി 9 ആയിരുന്നു. വിറ്റാമിൻ ഡി 32 ആണ് ബേസ് ലെവൽ. ഒരു 64 എങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു നമുക്ക് എബോവ് 50 വരുമ്പോഴാണ് അതിൻ്റെ സുഖം മനസ്സിലാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായ ഫെറ്റീഗ്, ഭയങ്കര ക്ഷീണം, നമ്മുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് നിൽക്കാതിരിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ മനസ്സ് മീൻസ് നമുക്ക് സ്ട്രെസ്ഡ് ആവുക എന്നുള്ള സാധനങ്ങൾ. അപ്പം 9 എന്നൊക്കെ പറയുന്നത് അലാമിംഗ്ലി ലോ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ 9 എന്നുള്ള വിറ്റാമിൻ ഞാൻ എത്ര പോയി വെയിൽ കൊണ്ട് കഴിഞ്ഞാലും 30 ആവില്ല. അത് പ്രോപ്പറായിട്ടുള്ള വിറ്റാമിൻ സപ്ലിമെന്റ്. ഞാൻ കുറേ മത്സ്യം കഴിക്കുക അല്ലെങ്കിൽ കുറേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ 9 എന്നുള്ളത് കയറുക എന്നുള്ളത് സപ്ലിമെന്റ്സിലൂടെ അല്ലാതെ അത്രയും. കാരണം ഇറ്റ് ഹാസ് ബിക്കം സോ ലോ. ഞാനിപ്പോൾ ഈ 32 എന്നുള്ളത് എൻ്റെ വിറ്റാമിൻ ഡി 30-ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിലും ഉണ്ടാലും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 34 40 ആവുമായിരിക്കും. പക്ഷേ ഈ 9 എന്നുള്ള ഫിഗറിൽ അല്ലെങ്കിൽ 6 എന്നുള്ള ഫിഗറിലൊക്കെ പോയി കിടക്കുന്ന വിറ്റാമിൻ ഡി നോർമൽ ആയിട്ടുള്ള 30-ലേക്ക് എത്തിച്ച് അത് 64-ലേക്ക് എത്തിക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് സപ്ലിമെന്റ്സ്. ഇൻസുലിൻ എടുക്കുന്ന പോലെ തന്നെ. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വിറ്റാമിൻ ഡി എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ നമ്മൾ വൺസ് ഇൻ എ വീക്ക് 60,000 IU യൂണിറ്റ് എടുക്കുന്നവരുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മരുന്ന് കഴിക്കുന്നുണ്ട്. അതല്ലാതെ 10,000
IU ടാബ്ലറ്റ്സ് ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ. അത് ഡെയിലി എടുക്കേണ്ടതാണ്. വൺസ് ഇൻ എ വീക്ക് 60 വരെ 10,000, രാവിലെ വൈകിട്ട് 5,000 IU. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡാണ്, ഏത് ശരീരത്തിലാണ് ഇത് വർക്ക് ആവുന്നുള്ള ഡിപ്പെൻഡാണ്. സോ അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമാണ് സപ്ലിമെന്റേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആത്മയില് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നു, വെയിറ്റ് ലോസിനെ സഹായിക്കുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് IP ട്രീറ്റ്മെന്റ്സും OP ട്രീറ്റ്മെന്റ്സും. ഈ വെയിറ്റ് ലോസ് എന്നുള്ളത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക തടി കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ ആത്മയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടി കുറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്നാലേ തടി കുറയ്ക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ തടി വെച്ചുകൊണ്ടിരിക്കുന്ന PCOD കാരണമായിരിക്കും. ശരിയാണ്. അല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ തടി ആയിരിക്കില്ല. നിങ്ങൾ എത്ര പട്ടിണി കിടന്നു കഴിഞ്ഞാലും നിങ്ങൾ തടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അത് നിങ്ങളുടെ ഹോർമോണൽ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ ഇവർ ആദ്യം ഈ PCOD കറക്റ്റാക്കും. അങ്ങനെയാണ് തടി കുറയ്ക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നാളെ മുതൽ ഒരു എക്സസൈസ് തന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നാളെ മുതൽ കഴിക്കാൻ പാടില്ല, ഇതല്ല തടി കുറയ്ക്കൽ. അവർ ബോഡിയെ പ്രോപ്പറായിട്ടുള്ള റെഗുലേഷനിലേക്ക് എത്തിച്ച് എന്നിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തടി കുറയ്ക്കേണ്ട. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടി കുറയ്ക്കൽ എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എഗെയിൻ കാണുന്നൊരു പരിപാടിയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ ആത്മയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ആത്മയുടെ ഇപ്പോൾ അഭിജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് 3 മാസം കൊണ്ട് തന്ന ഡയറ്റും എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ ഞാൻ കഴിച്ചിട്ടാണ് 3 മാസം കൊണ്ട് ഞാനിതെല്ലാം റെഗുലേറ്റ് ചെയ്തത്. അതുപോലെ ഞാൻ കണ്ടൊരു സംഭവം വെച്ചാൽ, അന്റാർട്ടിക്കയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. അഭിജിത്തിന് 96 കിലോ വരുന്നു. ഇപ്പോൾ അഭിജിത്തിന് 101 കിലോ ഉണ്ടായിരുന്നു. 101 കിലോ വരുന്നു. ഇപ്പോൾ എത്രയാണ്? 78. പുള്ളി ഭക്ഷണത്തിലൂടെയും പുള്ളിയുടെ ലൈഫ് സ്റ്റൈലിലൂടെയും പുള്ളി കുറച്ചതാണത്. സപ്ലിമെന്റ്സിലൂടെയും ഒക്കെ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫുഡ് ഉപയോഗിച്ച്. അപ്പോൾ ഇത് തന്നെ ഒരു ഞങ്ങളുടെ ഇപ്പം ഞാൻ ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ ശരിക്കും ഇങ്ങനെയാണ് ബ്രാൻഡ് അംബാസഡർ. കാരണം ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്ത് കാണിച്ച് ആ വ്യത്യാസം കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങൾ വന്നിറങ്ങുന്ന വീഡിയോ കാണണം. ശരിക്കും ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ അന്റാർട്ടിക്കയിൽ വന്നിറങ്ങുന്ന വീഡിയോ ഉണ്ട്. ആ ട്രിപ്പിൽ പോയി ഫുഡ് അടിച്ചിട്ട് വണ്ണം വെച്ചാണോ? അല്ല, അല്ലെങ്കിലേ വണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ 21 ദിവസത്തെ ട്രിപ്പ്. അതാ 21 ദിവസത്തെ ഒരു വല്ലാത്ത കഴിപ്പായിരുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ പൈസ കൊടുത്താണല്ലോ കപ്പലിലും ലക്ഷറി ക്രൂസ് ഒക്കെ ആണല്ലോ കഴിച്ചു. എല്ലാ നാട്ടിലെ ഭക്ഷണവും ടേസ്റ്റ് ചെയ്തു. പക്ഷെ അതിനു മുമ്പേ വണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 101 കിലോ. ഇപ്പൊ 92 കിലോനാണ് പോയതെങ്കിൽ തിരിച്ചെത്തുമ്പോഴേക്കും 101 കിലോ ആയി. പക്ഷെ മാർച്ചിൽ വന്നിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തിലാണ് ഇങ്ങനെ അതൊരു 70-ലേക്ക് എത്തിച്ചത്. പിന്നെ അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ജെനുവിനിറ്റി ഫീൽ ചെയ്യും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കാരണം യു ആർ സീയിങ് എക്സാമ്പിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ. പിന്നെ ആത്മീയമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾ ആളുകളെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ കുറേ സെലിബ്രിറ്റി ഫ്രണ്ട്സിന് PCOD പോലെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ ആൾക്കാരെ റെഫർ ചെയ്ത് തുടങ്ങി നമുക്ക്. കാരണം അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല അവർക്ക് ഇതൊക്കെ കറക്റ്റ് ആവും എന്നുള്ളത്. അവർ അതുകൊണ്ട് ദേ ഫീൽ സോ ബ്ലെസ്ഡ്. ലൈക്ക് അവർ ഇതിൻ്റെ ഒരു എന്താ പറയുക, അവരത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. തൈറോയിഡിന് മരുന്ന് കഴിച്ചാൽ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സെലിബ്രിറ്റീസ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കോമൺ ഫ്രണ്ട്സിൽ തന്നെ നമ്മൾ നിർത്തി. അത് അവർക്ക് ഫീൽ ആണല്ലോ, അത് അവർക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഇത് സംഭവിക്കുമ്പോൾ ഒരു പടം ഹിറ്റാവുന്ന പോലെയാണ്. നല്ല സിനിമയാണെങ്കിൽ മറ്റാൾക്കാരോട് പറയുന്ന പോലെയാണ് ആത്മയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവര് 4 കൊല്ലം കൊണ്ട് 1 ലക്ഷം സിനിമ അല്ലെങ്കിലും പറയും. ഇപ്പൊ നല്ല സിനിമ അല്ലെങ്കിൽ പക്ഷെ അത് എന്നാൽ സർവൈവ് ചെയ്യില്ല. നല്ല സിനിമ അല്ലെങ്കിലും പറയുമ്പോൾ സർവൈവ് ചെയ്യില്ല. കാരണം ഇപ്പൊ അത് റിവ്യൂവേഴ്സാ പറയും. ഇപ്പൊ ഞങ്ങൾ ഇരുന്ന് ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റിൽ പറയുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെയല്ല. ഇത് എവിടെയില്ലാതെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ വിളിച്ച് പറയുന്നത് ഞാൻ ആത്മയിൽ പോയിട്ടോ ഈ സാധനം കറക്റ്റഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജെനുവിനിറ്റി ഒരു ഭീകര ജെനുവിനിറ്റിയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയണം, മോനെ ഞാൻ ആ പടം കണ്ടിട്ട് സാധനം കൊള്ളാം, അവനെനിക്ക് വിശ്വാസമാണ്. അതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ആത്മയിൽ നടക്കുന്നത്. കാരണം ദാറ്റ് വേർഡ് ഓഫ് മൗത്ത്. അത് വീഡിയോയിലല്ല, വീഡിയോയിൽ പറയുന്നതൊന്നും വീഡിയോ മാർക്കറ്റിംഗ് ആൻഡ് എവരിത്തിങ് ഇസ് നെസസറി ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിങ്ങും എല്ലാ ബിസിനസ്സും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. റെഫറൻസസ് ആണ് ഏറ്റവും. കാരണം ഞങ്ങളുടെ ഇപ്പോൾ IP ക്ലിനിക്കിൽ ഇപ്പോൾ ഞങ്ങൾ കിടത്തി ചികിത്സ ഉള്ള സ്ഥലത്ത് പോയവർ അവിടെ വന്ന് എക്സ്പീരിയൻസ് ഇവർ അടുത്ത കൊല്ലത്തേക്ക് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 60% ഒക്കെയാണ് ഞങ്ങൾക്ക് അവിടെ റിട്ടൻഷൻ വരുന്നത്. 60% ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ അടുത്ത കൊല്ലം ഞങ്ങൾ ഈ സമയത്ത് വരൂട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുക്കിംഗ് ലിസ്റ്റിൽ ഉണ്ടത്. സോ അങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ യു ഫീൽ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാരണം അത് ചുമ്മാ ഒരു ബിസിനസ് മാത്രമല്ല, നമ്മൾ ശരിക്കും ആളുകളിലേക്ക് വെൽനെസ് ഗിഫ്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ്
പിന്നെ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ചില ആളുകൾക്ക് IPയിലേക്കായിരിക്കും വരാൻ സാധിക്കുക, ചില ആൾക്കാർക്ക് OPയിലേക്കാണ് വരാൻ സാധിക്കുക. ഇനി ഇതൊന്നും വരാൻ ഇപ്പോൾ മെയിൻ സിറ്റീസിലല്ല, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം പോലെയുള്ള സ്ഥലങ്ങളിലല്ല നമ്മളുള്ളെങ്കിൽ, കോട്ടയം ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. ഓവർ എ കോൾ, ഇപ്പോൾ അഭിജിത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഡോക്ടറാണെങ്കിലും അവരുടെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കാം. ഓൺലൈൻ വഴി ഇവർ ഇത് ചെയ്യാൻ പറയും, ടെസ്റ്റ് ചെയ്യാൻ പറയും, ബ്ലഡ് ടെസ്റ്റ്. അതിനെ വെച്ചുകൊണ്ട് ഇവർക്ക് ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് മറ്റ് ഡിസീസ് പോലെയല്ലല്ലോ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളല്ലേ. നിങ്ങൾ പിന്നെ മരുന്ന് കൊടുക്കുന്നില്ലല്ലോ. മരുന്ന് കൊടുക്കുന്നില്ലല്ലോ. ഈ സാധനം വെച്ചിട്ട് കാര്യം എൻ്റെ അടുത്ത് എന്നെ കണ്ട് കറക്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, ഈ ഇന്ന ഫുഡ് സപ്ലിമെന്റ് കഴിച്ചു നോക്കൂ, വിറ്റാമിൻ ഡി ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും, പടപടയുന്ന റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ആത്മ ഇസ് എ മിക്സ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ. എന്താണ് ശരിക്കും ആത്മയുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും? അല്ല, ആത്മയുടെ OP ക്ലിനിക്സ് ഇപ്പം നമുക്ക് 5 കേരളത്തിൽ ഓൾറെഡി സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. എവിടെയൊക്കെയുള്ളത്? അത് തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കാലിക്കറ്റിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ OP ക്ലിനിക്സ് ഉള്ളത്. IP ക്ലിനിക് ഇപ്പോൾ നമുക്കുള്ളത് നമ്മൾക്ക് കോട്ടയത്ത് പനച്ചിക്കാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. അതുകൂടാതെ നമ്മൾ കൊല്ലത്തൊരു പ്രോപ്പർട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, വവ്വാക്കാവിൽ, തേക്കടിയിലും ഒരു സെൻ്റർ ഉണ്ട്. അതുകൂടാതെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ടൊരു ലക്ഷറി ആയിട്ട് രണ്ട് പ്രൊജക്ട്സ് നമുക്ക് ഇപ്പോൾ ഈ ജനുവരി തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഒരെണ്ണം ഉള്ളത് പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചേർത്തല പാണാവള്ളി. അതൊരു ഐലൻഡാണ്, അല്ലെ, ഒരു എക്സ്ക്ലൂസീവ് ഐലൻഡ്. നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ആയുർവേദം, നാച്ചുറോപ്പതി, നമ്മളൊരു വെൽനസിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 15 മുതൽ അവിടെ നമുക്ക് അത് റിസോർട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ആയുർവേദ വെൽനസ് ആക്കി. അത് കൂടാതെ അതിനേക്കാളും ഒരു എന്ന് പറഞ്ഞ പോലെ ആലുമൂട്ടിൽ മേട എന്ന് പറഞ്ഞ് ഹരിപ്പാട് അടുത്ത് ചെറിയ വളരെ ഹിസ്റ്ററിയൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അവരുടെ ഒരു കൊട്ടാരം, ഒരു 6 റൂംസ് ആണുള്ളത്. പക്ഷേ 6 റൂംസ് ഒരു 5 സ്റ്റാർ ലെവലിൽ അവർ 7 സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി അവർ ചെയ്തതാണ്. അപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി വെൽനെസ്സിന് വേണ്ടി നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പോൾ ആത്മയുടെ ഏറ്റവും ലക്ഷറിയസ് നമുക്ക് എല്ലാ ഗ്രേഡിലുള്ള സാധനങ്ങളും ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഹെവി ലക്ഷറി, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു വലിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ പോലെയുള്ള അങ്ങനത്തെ ആളുകളെ വരെ അക്കമഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ, കാരണം കേരള ആ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ അത്രയും സ്റ്റേച്ചറിലുള്ള ആൾക്കാരെ ആ സ്റ്റൈലിൽ വേണമല്ലോ നമ്മൾ അക്കമഡേറ്റ് ചെയ്യാൻ. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടെയൊക്കെ ശീലമായിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ വരെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തുള്ളത്, ഹരിപ്പാടുള്ള ആലമുട്ടൽ സ്ഥലത്തുള്ള മോസ്റ്റ് ലക്ഷറിയസ് പ്രോപ്പർട്ടി, ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മോസ്റ്റ് ലക്ഷറിയസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ ടയറിലുള്ള സംഭവമാണ്. ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഫെസിലിറ്റിയാണ് ഈ പറയുന്ന പാണാവള്ളിയിലുള്ള ഐലൻഡ്. എഗെയിൻ അതൊരു ഭയങ്കര ഫീൽ ഗുഡ് ഹെറിറ്റേജ് സംഭവമാണ്. കോട്ടയം ഒരു നോർമൽ, പനച്ചിക്കാടുള്ളത് ഒരു നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അവിടെ പക്ക നമ്മളൊരു ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന, അപ്പോൾ എല്ലാ സ്റ്റേച്ചറിലുള്ള, എല്ലാ സ്വഭാവത്തിലുള്ള, എല്ലാ റേറ്റ് കാർഡ്സിലുള്ള ഫെസിലിറ്റീസിലും കൊടുക്കുന്ന രീതിയിലുള്ള IP ആണ് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് IPയിൽ നമ്മളുടെ ഫോക്കസ്. OPയിൽ നമ്മൾ കഴിഞ്ഞ അടുത്ത ഒരു 1 year വി വിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ 30 days വെയിറ്റ് ലോസ് ചലഞ്ച്. അതിലാണ് നമ്മൾ അടുത്ത 1 വർഷം നമ്മുടെ എല്ലാ OP ക്ലിനിക്ക് അതിൽ ഫോക്കസ് ചെയ്തായിരിക്കും പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം അതാണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യപ്പെടുന്നു. കാരണം ഞങ്ങൾ ബാക്കി 5 ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ തൈറോയിഡ്, PCOD, മറ്റേത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് പോവാതെ വെയിറ്റ് ലോസ് എന്ന് ഭയങ്കര വണ്ണം കുറയ്ക്കുക അങ്ങനെ മാത്രമല്ല, നിങ്ങളൊരു വെയിറ്റ് ലോസ് പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്കി സംഭവങ്ങളെല്ലാം കറക്റ്റഡായി യു ബിക്കം ഇൻ ടു യുവർ ബെസ്റ്റ് എഫിഷ്യൻറ്റ് മോഡ്. നിങ്ങൾക്ക് വേണ്ട തടിയിലേക്ക് എത്തുമ്പോൾ, വണ്ണത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ എഫിഷ്യൻസി കൂടുന്നു. അത് നിങ്ങൾക്ക് ഇത് കൂടാതെ ഓൺലൈനും ഉണ്ട് അല്ലേ? ഇത് ഓൺലൈനിലും ചെയ്യാം അല്ലെങ്കിൽ OP നേരെ പോയി വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. വി പ്രിഫർ OP വിസിറ്റ് ചെയ്യുന്നതാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് മെസ്സാജസും കൂടെ എടുക്കാൻ പറ്റും. ഈ മെസ്സാജസ് ഒക്കെ വെയിറ്റ് ലോസിന് ഭയങ്കര, ആയുർവേദിക് മസാജസ് വെയിറ്റ് ലോസിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി അതില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പ്രോപ്പർ ഫുഡ് സപ്ലിമെന്റ്സും ഡയറ്റും എക്സസൈസ് ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 ജില്ലകളോ അല്ലെങ്കിൽ IP ഉള്ള ജില്ലകളൊന്നും അല്ല. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ എങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗയൊക്കെ കൊടുക്കുന്നുണ്ട്. യോഗ സെഷൻസ് ഉണ്ട്. രാവിലെ ഹാപ്പി ലിവിംഗ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അതിനകത്ത് രാവിലെ 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി അങ്ങനെ പല സ്ലോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട്സിൽ ഓൺലൈനായിട്ട് യോഗ ചെയ്യാൻ ഇതിലേക്ക് കയറാൻ പറ്റും. വെരി ഗുഡ്. സോ ദാറ്റ്
ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. എന്തായാലും നിങ്ങളുടെ പുതിയ സംരംഭത്തിനും നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള സംരംഭത്തിനും എല്ലാത്തിനും നല്ല നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോട്ടെ. അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഭാഗമാകാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒരു അവയർനെസ് നിങ്ങളുടെ ആത്മയിലൂടെ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.